നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയ സുഗിൽ. എന്താ പ്രിയ, ഈ ലാസ്റ്റ് പെർഫോമൻസ് ആണോ ഭയങ്കര സന്തോഷത്തോടെ ആർത്തുല്ലസിച്ചൊക്കെ വരുന്നത്? കിഷോറിന്റെ പേര് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതാ അവസാനത്തെ പെർഫോമൻസ് ആണല്ലോ എൻ്റെ ഈ സ്റ്റേജിലല്ലേ? അതെ. അപ്പം അതിൻ്റെ ഒരു ഏറ്റവും മനോഹരമാക്കാം എന്നുള്ളൊരു അതെ ഒരു മനസ്സോട് കൂട്ടുള്ള അതിൻ്റെ ഒരു സന്തോഷമാണ്. അതെ. വെരി ഗുഡ്. എന്താണ് ഫേവറേറ്റ് ക്യാരക്ടർ? നിത്യജീവിതത്തിൽ നിന്നാണോ, വായിച്ച പുസ്തകത്തിൽ നിന്നാണോ, കണ്ടതാണോ, എന്താണ്? ഞാൻ പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്. റൂബിൻ്റെ രാച്ചിയമ്മയാണ് ചെയ്യുന്നത്. ഓക്കെ പ്രിയ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യൂ. ജഡ്ജസ്, എനിക്ക് വേറെ ഒന്നും പറയാനാ പ്രിയ. ഐ എം സോ ഹാപ്പി നിങ്ങളെല്ലാവരും ഇത്ര ഭംഗിയായി ഇവിടെ വരെ എത്തി. ഇനിയും അങ്ങോട്ട് ഞങ്ങളുടെ അഭിമാനമായി തന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫിനാലയിൽ നിൽക്കണം. ഓക്കെ, യു ആർ ഗ്രേറ്റ് പെർഫോമേഴ്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടു റിയലി വെൽ. താങ്ക് യു. പ്രിയ, എന്തോ സർ. നമസ്കാരം പ്രിയ. നമസ്കാരം സർ. പ്രിയയുടെ നല്ല ചോയ്സാണ്. ദിസ് ഇസ് യുവർ ലാസ്റ്റ് പെർഫോമൻസ് ഓൺ ദിസ് സ്റ്റേജ് അല്ലേ? അതെ. അപ്പോൾ അതുപോലെ തന്നെ പ്രിയയുടെ ഗ്രാഫിനെ കുറിച്ചും ഞാൻ അത് പറയുകയുണ്ട് അനാലിസിസിൽ. ആ ഗ്രാഫ് താഴാതെ നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എല്ലാ ആശംസകളും. താങ്ക് യു. പ്രിയയുടെ ഇതിനു മുമ്പുള്ള ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഒരു പ്രാവശ്യം വീട്ടിൽ ചോദിച്ചാൽ എൻ്റെ ഭാര്യ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് പറയും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. പ്രിയ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യൂ. ഈ വേദിയോട് ഇതുവരെ പുലർത്തിയ നീതി ഇതിലും തുടരട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഡു ഗുഡ് ആൻഡ് ബി ഗുഡ്. താങ്ക് യു. കൊഴുകൊഴുന്നനെ മെഴുമെഴുന്നനെ കളിമണ്ണിൻ പശിമയാർന്നൊരു പെണ്ണ്, നിലാമിന്നൽ ചിരി ചിരിക്കണ പെണ്ണ്, എണ്ണത്തിരി പോലെ വാക്കിൻ്റെ നോക്കിൻ്റെ തിരി തെളിച്ചു നിറഞ്ഞു നിൽപ്പവളേ, രാച്ചിയമ്മേ രാച്ചിയമ്മേ രാച്ചിയമ്മേ. കല്യാണം കഴിക്കാത്ത എന്താന്നോ? 3 പേര് വന്ന് 2 പേരും നമ്മുടെ പണം മോഹിച്ച്, മൂന്നാമത്തവനെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്തെന്നോ? നമ്മളെ മറന്നോ? നമ്മൾ മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തൊക്കെ നേരാ. പക്ഷേ നമ്മളത് എന്നെയും മാച്ചു കളഞ്ഞു. ആദ്യമായി ഞാൻ നിങ്ങളെ വീട്ടിൽ വരുമ്പോൾ പാല് വേണേ പറയണം. പറഞ്ഞാൽ പോരാ, വീട്ടിൽ വന്ന് വാങ്ങിച്ചോണം. കേട്ടല്ലോ? എനിക്കിവിടെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പറഞ്ഞു എൻ്റെ ഏമാനോട്. കാലം 10-20 വർഷം കഴിഞ്ഞു. പക്ഷേ ഓർത്തെടുക്കാനും ചേർത്ത് വയ്ക്കാനും എന്തൊക്കെയോ ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. പിന്നീട് നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ ചന്തയിലല്ലായിരുന്നോ? തെമ്മാടി പാൽക്കുപ്പി എടുത്ത് മുഖത്തലക്ക് ഞാൻ പട്ടിണി ചേർന്ന് പല്ലടിച്ച് കാണിച്ചപ്പോൾ കാശ് കണ്ടെന്നോ തെറ്റ്? കാശ് കൈ കിട്ടിയപ്പോൾ നമ്മളെ തോപ്പിക്കാൻ നോക്കുന്നോ? എടാ കാശ്, എടാ
നിക്ക്. വാങ്ങിച്ചോ. പലിശ വേണ്ട, മുതൽ തന്നല്ലോ, അത് തന്നെ സന്തോഷം. വാങ്ങിച്ചോ. വാങ്ങിക്കടാ. അപ്പോ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലേ? നിങ്ങളിപ്പോൾ മനസ്സിൽ പാടുന്ന എന്താ ഞാൻ പറയട്ടെ? ഇവളെ പേടിച്ചാരും ഈ വഴി നടപ്പില്ല. അങ്ങാടിയിലൊക്കെ എന്നെ എന്താ വിളിക്കുന്ന അറിയോ? ആനേന്ന്. ആനയോ? നിന്റെ തന്താട് ആന. ആന പോലും. അപ്പോഴെന്നെ നിങ്ങൾ നോക്കിയില്ലേ? അന്ന് സന്ധ്യക്ക് മുള പൊട്ടണ കാലം. ചുറ്റും മുളയരിയുടെ മണം. ആ കട്ട പിടിച്ച ഇരുട്ടിൽ ചെവിയും തുമ്പി ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാനയുടെ കാൽ ചവിട്ടി നിന്നും ഞാൻ നിങ്ങളെ പിടിച്ചോണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. നിങ്ങൾ ആനയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു പെണ്ണിനുള്ളിൽ കന്മദമുണ്ടാകുന്നു, ഉള്ളിനുള്ളിൽ ഞാറ്റുവേല കാറ്റുണരുന്നു. അന്നൊരു ദിവസം ഞാൻ നിങ്ങളെ വീട്ടിൽ പാലും കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ ആ ചെക്കനെ പറഞ്ഞു വിട്ടല്ലേ? എന്താ മൂടി പൊടിച്ചു കിടക്കുന്നത്? കുരുപ്പോ? ഇത് അമ്മ വിളയാട്ടമല്ലേ? തണുത്തതേ കഴിക്കാവൂ. തൊടണ്ടെന്നോ? അതെന്താ? പോണോന്നോ? ഞാനോ? എന്തിന്? പകർച്ചവ്യാധിയോ? നിങ്ങളിവിടെ ചാവാനിട്ടിട്ട് ഞാൻ പോവാനോ? ദേ, ആ ചെക്കനെ പറഞ്ഞു വിട്ടല്ലോ, എൻ്റെ അടുത്ത് നടക്കില്ല കേട്ടോ. അതേ, മിണ്ടാതെ കിടന്നോണം. കുരുക്കൽ പൊന്തിക്കഴിഞ്ഞു. മേലാകെ മൂക്കിൻ്റെ അറ്റത്തും വിരണ്ട തുമ്പിലും നഖത്തിൻ്റെ ഇടയിലും പഴുത്തു പൊന്തിയ കുരുക്കൾക്കിടയിലുള്ള വിടവ് നിവർന്നു. വേദന, ചൊറിച്ചിൽ. അമ്മേ, എൻ്റെ ദേവി, ഈ വിത്താസുരത്ത് മറന്നാട്ട് ചെന്ന ലാഭത്താണ്. ഈ വിത്താസുരത്ത് മറന്നാട്ട് ചെന്ന ലാഭത്താണ്. കൊണ്ടുപോ ദേവി, കൊണ്ടുപോ ദേവി. മൂപ്പയുടെ പനി മാറി. പിന്നൊരു ദിവസം മിണ്ടാത്ത കുന്നിൻ്റെ ചോട്ടി വെച്ച് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, വ്യസനമാണോ നാട്ടിലുള്ളവരെ കുറിച്ച് ആലോചിച്ചിട്ട്? അപ്പോഴല്ലേ നിങ്ങളെന്നെ തൊട്ടത്?
പിണക്കമാണോ? നിങ്ങൾ എന്നോട് പിണങ്ങരുത്. എൻ്റെ ആങ്ങള ചത്തതിന് ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ്. അമ്മ ചാവാൻ കിടക്കുമ്പോ ഞാൻ കൊടുത്ത വാക്ക നമ്മള് മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു, വഴി പഠിച്ചു പോവില്ല എന്ന്. പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു. കാത്തിരുന്ന് 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 ഞാൻ ആ മഞ്ഞപ്രസാദം എന്നെ മാച്ചു കളഞ്ഞു. എല്ലാം അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ, എൻ്റെ മോള് വിജയലക്ഷ്മി സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? ഞാൻ ഒറ്റയ്ക്കാണെന്നാണോ ഇപ്പം നിങ്ങളുടെ പേടി? എനിക്കൊരു അവകാശമുണ്ടല്ലോ. എൻ്റെ സമ്പാദ്യം മുഴുവൻ അവൾക്കാ. നിങ്ങളുടെ മോള് വിജയലക്ഷ്മി. നമ്മളാ മഞ്ഞപ്രസാദം എന്നെ മാച്ചു കളഞ്ഞു. എന്നെ മാച്ചു കളഞ്ഞു. പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു. ഒരു തരം മരവിപ്പ്. മുള്ള പരാഗം പോലെ നട്ടല്ലുള്ളൊരു പൂ പോലെ നിവർന്നു നിൽപ്പവളേ, രാച്ചിയമ്മി രാച്ചിയമ്മി രാച്ചിയമ്മേ. അസാധ്യമായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ തമ്മിലതാ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഓരോ ഇമോഷൻസും അതിൻ്റെ ഒട്ടും ബ്രേക്കാവാതെ അത് ഭയങ്കരമായിട്ട് അത് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്ര അടുത്തിരുന്നിട്ട് അത് ഭയങ്കരമായിരുന്നു അസാധ്യ പെർഫോമൻസാണ്. പിന്നെ ഇവരിത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മുരളി അതാ പറഞ്ഞു, ഞങ്ങളിത് ഇതിലും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അസാധ്യമായി, ഭയങ്കരമായി. അത് എല്ലാ തിങ്സും യൂസ് ചെയ്താണെങ്കിലും പഴയ കാലത്തിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും എല്ലാം. ഇനി ബാക്കി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മുരളിയും പൊറുമയും പറയും. ഞാൻ അതിൻ്റെ ക്രിറ്റിസിസത്തിലേക്ക് മറ്റേതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഓൾ ഇൻ ടോട്ടൽ എക്സ്ട്രാordinary ആയിരുന്നു. ചേട്ടാ പ്രിയ, എന്താ പറയുക, ഗ്രേറ്റ്. സ്റ്റേജിൽ ഡയലോഗൊന്നും പറയാതെ ഒന്ന് വെറുതെ ഇരിക്കാൻ, ഞാൻ വെറുതെ പറയല്ല, സാധാരണ നടന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുട്ടുംകാല് പറയ്ക്കും, മനസ്സിലായില്ലേ? ഇത് ആക്ച്വലി പ്രിയ തുടങ്ങിയത് തന്നെ വെറുതെ ഇരുന്നുകൊണ്ടായിരുന്നു. വളരെ ഇറ്റ് വാസ് വെരി, എന്താ ഞാൻ പറയുക, ആക്റ്റീവ്ലി പാസീവ് അല്ലെങ്കിൽ പാസീവ്ലി ആക്റ്റീവ്. ആ തുടക്കത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി പ്രിയ ഒരു ക്ലോസപ്പ് ഷോട്ട്, നല്ലൊരു സൂമിൻ ക്ലോസപ്പ് കാണികളായ ഞങ്ങൾക്ക് തരുമായിരുന്നു. ഓക്കെ, നല്ല മേക്കപ്പാണ്.
അതിൽ പ്രിയയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ട്രാൻസിഷൻ വേരിയേഷൻ വളരെ നന്നായിരുന്നു. ആ ഫോട്ടോയോട് സംസാരിച്ചതിന് ശേഷം പ്രിയ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത് അത് നല്ല ട്രാൻസിഷനായിരുന്നു. ഇത് ഒരു പ്രോബ്ലം നമുക്ക് ലങ്കാലക്ഷ്മിയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അതെന്താണെന്നറിയോ? ലെങ്ത്. എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം, ലെസ്സർ ദ ബെറ്റർ. എപ്പോഴും നമ്മൾ ലൈവ് ഷോ ഓഡിയൻസിന് മുമ്പിൽ ചെയ്യുകയാണെങ്കിൽ ഇത്തരം സ്കിറ്റ്സ്, എന്തുകൊണ്ടാണ് സ്കിറ്റ് എല്ലാവരും ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ വരുന്നത്? അതിൻ്റെ ലെങ്ത് അത്രേ പാടുള്ളൂ. ചന്ത. അപ്പം ഡയലോഗ് എങ്ങനെയാണ്? അന്ന് ചന്തയിൽ വെച്ച് നമ്മൾ പിന്നീട് കണ്ടില്ലേ, ഡാ തെമ്മാടി എന്നാണ് ആ ഡയലോഗ് വരുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ ആക്ച്വലി അത് അദ്ദേഹത്തെ അല്ല വിളിക്കുന്നത്, അത് ഈ സ്റ്റോറി അറിയാവുന്ന എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ കട്ട് എങ്ങനെ വന്നു, എവിടെ നിന്നാണ് അത് കട്ട് ചെയ്ത്? അന്ന് ഓർക്കുന്നില്ലേ, ചന്തയിൽ വെച്ച് നമ്മൾ കണ്ടത്, ഡാ തെമ്മാടി അവിടെ നിൽക്കടാ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഒരു സാധാരണ പ്രേക്ഷകനാണ് ഞാൻ എന്ന് പറയുമ്പോൾ എന്ത് തോന്നും? ഇദ്ദേഹത്തെയാണ് പിടിക്കണമെന്ന് തോന്നും. മനസ്സിലായില്ലേ? അത് അതിൻ്റെ ഒരു ഘടനയുടെ പ്രശ്നമാണത്. മനസ്സിലാവുണ്ടോ? പിന്നെ അവസാനം ഇങ്ങനെ അത് അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇദ്ദേഹത്തെ ചീത്ത പറഞ്ഞു, പിടിച്ച് ചീത്ത പറഞ്ഞു, ഈ ചീത്ത പറയുന്ന ആൾ ഇങ്ങോട്ട് പോകുന്നു, പിന്നെ വേണമെങ്കിൽ അയാൾക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഞാനൊരു സാധാരണ പ്രേക്ഷകനായിട്ട് പറയുകയാണ്. മനസ്സിലായി? ഇപ്പം ഞാനത് വായിച്ചിട്ടില്ല എന്ന് വയ്ക്കും. അപ്പോൾ ഉടനെ ഞാൻ ഓഹോ, അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇവരുടെ റിലേഷൻ. ഇദ്ദേഹത്തെ കോകാക്കി പിടിച്ചിടാ പാടി എന്ന് ചോദിച്ച് കാശ് വാങ്ങിയോ എന്ന് എനിക്ക് സംശയം തോന്നാം. അപ്പോൾ അത് അവിടെയാണ് ഈ ഒരു കൺഫ്യൂഷൻ അവിടെ വന്നു. പിന്നീടുള്ള ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. മുളങ്കാടിൽ വെച്ച് ആനയെ കണ്ടത്, അപ്പുറം പുള്ളിയെ ഫീൽ ചെയ്തത്, കാണാതെ ഫീൽ ചെയ്തത്, അവിടെ നിന്ന് പുള്ളിയുടെ കൈ പിടിച്ച് ഓടി അവിടെ പോയി ചിരിച്ചത്, ആ ചിരിയുടെ ഫീലിംഗ്, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ മാറിയത്, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. യുനോ, ബ്രില്യൻറ്റ്. ആ ചിരി എന്നുള്ള, ഞാൻ എഴുതുന്നത് ഗുഡ് ഷിഫ്റ്റ് എന്നാണ്. ആ ചിരി, ഇദ്ദേഹം വേറെ മീനിങ്ങിലാണല്ലോ എന്നെ പിടിക്കുന്നത് എന്നുള്ള തോന്നൽ. അതിനുശേഷം വരുന്നത് നമ്മുടെ ചിക്കൻ പോക്സ് സീനാണ്. അതും നന്നായിരുന്നു. അദ്ദേഹത്തെ വന്നതും കണ്ടതും എല്ലാം ഗംഭീരമായിരുന്നു. ചിക്കൻ പോക്സും ഇത് വരുമ്പം എപ്പോഴും ചൊറിയാനൊക്കെ ഇത് യൂസ് ചെയ്യും. അങ്ങനെ ഇതിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ആ വർത്തമാനം പറയുമ്പോൾ കുറച്ചൊന്ന് യൂസ് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ വെച്ചാൽ ഇതാ ഉറഞ്ഞു തുള്ളാൻ വേണ്ടി മാത്രം വേപ്പില കൊണ്ടുവച്ച പോലെ അതവിടെ ഇരുന്നുകൊണ്ട് അത് ഉപയോഗിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവസാനത്തെ ആ കുന്നിൻ്റെ ചോട്ടിൽ ഉള്ളത്, അതും അഗെയിൻ വാസ് ഫാന്റാസ്റ്റിക്. നമ്മളിത് ഇതിൻ്റെ കഴിഞ്ഞ 4 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ കാണുന്നുള്ളത്. അവിടെയും കണ്ടിരുന്നു. കാണുക മാത്രമല്ല, പുള്ളിയുടെ ഫേസ് എക്സ്പ്രഷൻ മാറിയതും എല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇവിടെയും അതെ, ഇവിടെ വന്ന് പുള്ളിയുടെ തോളിൽ കൈവച്ച് സംസാരിക്കുന്ന രാച്ചിയമ്മ, ആ രാച്ചിയമ്മയുടെ കൈ പുള്ളി കയറി പിടിച്ചതും ഞങ്ങൾ കണ്ടു. ആ പിടിച്ച വളയൊക്കെ പൊട്ടിയത് ഗംഭീരമായി. പിടിച്ച കൈ ആക്ച്വലി പുള്ളിയുടെ കൈയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായല്ലേ? അത് ആ വള പൊട്ടിയോടുകൂടി അത് ഉറപ്പായി അങ്ങനെ ഒരു ദേഹം അവിടെ ഉണ്ടെന്നുള്ളത്. അതൊക്കെ ഇതെല്ലാം ആക്ടേഴ്സിൻ്റെ ഒരു നല്ല നടൻ്റെയും നടിയുടെയും ആക്ടിങ് ടെക്നീക്സ് ഉരച്ചുരച്ച് നന്നായി വരുന്നതാണ് നമ്മൾ പ്രിയയിൽ കാണുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡിങ് അഗെയിൻ വാസ് അതിൻ്റെ ബിഗിനിങ് പോലെ തന്നെ ഗംഭീരമായി. ഈ പാട്ട് ആരാ പാടിയത്? ഇതൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് പാടിച്ച അസലായിട്ടുണ്ട്. നല്ല ഫീലിംഗ് ആയിരുന്നു അല്ലേ? വളരെ ടച്ചിങ്. ഇറ്റ് വാസ് ഗ്രേറ്റ് പ്രിയ. വളരെ ഇതിൽ കൂടുതൽ പ്രിയയ്ക്ക് ഈ വേദിയോട് ഉചിതമായ രീതിയിൽ യാത്ര പറയാൻ പറ്റില്ല. അത്രയും നന്നായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. എല്ലാ ആശംസകളും, എല്ലാ അനുഗ്രഹങ്ങളും. ഓൾ ദി ബെസ്റ്റ്. പ്രിയ, എന്തോ മാം, ഇത്ര ഗംഭീരമായിട്ട് ഇവിടെ ചെയ്താൽ ഇനി അവിടത്തേക്ക് എന്തെങ്കിലും ബാക്കി വെക്കൂ കുട്ടി. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ക്ലാസ് പെർഫോമൻസ്, ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്ട്രാ ഓർഡിനറി. എനിക്ക് ഡിക്ഷണറിയിൽ വാക്കില്ല. ഇത്ര ഗംഭീരമായിട്ട്. ബട്ട് ഡെഫിനറ്റ്ലി എനിക്കറിയാം നമ്മുടെ ഫൈനൽ 4-ൽ നിൽക്കുന്നവരിൽ നിന്നും നമ്മൾ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് പ്രിയ, പറയാതിരിക്കാൻ വയ്യ.
എനിക്ക് ലെങ്ത് ഒത്തിരി ഒന്ന് ട്രിം ചെയ്യായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളതും. പിന്നെ തീർച്ചയായിട്ടും മുരളിച്ചേട്ടൻ പറഞ്ഞല്ലോ, എന്താ പറയുക, ഓരോ ഇൻസ്റ്റൻസ് വെച്ച് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു ഇത്രത്തോളം ഗംഭീരമായി പ്രിയ ചെയ്തു. സോ ഐ ഡോണ്ട് വോണ്ട് ടു ബി റിപ്പീറ്റിംഗ് ഇറ്റ്. പക്ഷേ എനിക്ക് ഹോൾ പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആന എന്ന് വിളിച്ചപ്പോൾ ഉള്ള ഒരു ആട്ടാണ്. അതൊരു ഒന്നൊന്നര ആട്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവിടെയാണ് ഞാൻ രാച്ചിയമ്മയുടെ ആ ഒരു പവർ കണ്ടത്. ഗംഭീരായിരുന്നു. ആൻഡ് പ്രിയയിൽ ഒരു സ്ഥായി ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താന്ന് പറയോ, നമ്മൾ ഓഫ് സ്റ്റേജ് സംസാരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പ്രിയയോട് സംസാരിക്കുമ്പോൾ പ്രിയ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ ആദ്യം ഒരു കാര്യം കാണിക്കും. അത് ക്യാരക്ടറിലോട്ട് കുറച്ച് കയറി വന്നു. ഇതൊന്നും കേൾക്കണ്ട പ്രിയ, കാരണം മലയാളത്തിലെ 100 കണക്കിന് ചിത്രം ചെയ്ത ഷീലാമ്മ എങ്ങനെയാണ് സംസാരിക്കുക, എൻ്റെ മോളെ അങ്ങനെ ഇവിടെ പൂർണിമയ്ക്ക് കുറേ പ്രാവശ്യം ഒരു വാക്ക് തെറ്റിയായിരുന്നു ആദ്യം. സരസ്വതി ശബ്ദം എന്താ പറഞ്ഞേ? ഞാൻ തുടക്കത്തിലെ ജയറാമേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ തെറ്റാതെ പറയാമോ വാക്ക്? സരസ്വതി അതെന്താന്ന് മറന്നുപോയി ഞാൻ. സരസ്വതി കടാക്ഷം. സരസ്വതി നീതി അല്ലല്ല, സരസ്വതി ദേവി അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു തെറ്റ് പറ്റി. 4-5 പ്രാവശ്യം തെറ്റിയപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മനസ്സിനക്കരെ എന്നുള്ള പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തൊരു വാക്കുണ്ടായിരുന്നു, അന്ധകാരനാഴി. അതിപ്പോൾ അത് സത്യനന്ദിക്കാട് എഴുതി വെച്ചിട്ട് അത് മാറ്റാൻ പറ്റില്ല, കാരണം അതൊരു ഫ്രേസ് പോലെയാണ്. അപ്പോൾ എൻ്റെ അടുത്താണ് അത് പറയുന്നത്, വളരെ ക്ലോസ് ആയിട്ടുള്ളതാണ്. ഞാൻ ചിരിക്കാതെ നിൽക്കുകയും വേണം. അന്ന് മാത്തുക്കുട്ടിച്ചായനുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ എവിടേക്കാണ് എന്താണെന്നറിയില്ല, അന്ധകാര നാഴിയിൽ അകപ്പെട്ട പോലെ ആയി എന്നാണ് ഡയലോഗ്. ഷീലാമ്മയ്ക്ക് എന്ത് ചെയ്ത് അന്ധകാര നാഴി വരില്ല, അപ്പം അത് എവിടെയോ തെറ്റ്. അന്ന് മാത്തുക്കുട്ടിച്ചായൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോൾ അണ്ടകടാക മൊഴിയിൽ ചേച്ചി അണ്ടകടാക മൊഴിയല്ല, അന്ധകാര നാഴി. വൺ മോർ എടുക്കാം. എന്ത് വാക്കാണത് എൻ്റെ അടുത്ത് ചോദിച്ചത്? ഞാൻ പറഞ്ഞത് ഇത് പാതിരാത്രി എന്ന് പറഞ്ഞു കൂടി സത്യനന്ദിക്കാടിന്. ചേച്ചി ഇത് പാതിരാത്രി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, മറ്റേ ഒരു ഫ്രേസാണ്. കുഴപ്പമില്ല ചേച്ചി, സമയം എടുത്തോളൂ, നമുക്കൊന്നും എടുക്കാം. അന്ന് മാത്തുക്കുട്ടിച്ചായൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോൾ അണ്ടമടാകമൂടിയിൽ. പിന്നെ തെറ്റങ്ങട് തുടങ്ങിയിട്ട് 10 ടേക്കായി 15 ടേക്കായി. ആകെ എനിക്ക് ചിരി, എൻ്റെ ഇവിടെ കിടന്ന് വിറക്. ഇപ്പോഴും ആ സിനിമ കണ്ടറിയാം എൻ്റെ ഇവിടെ ഇങ്ങനെ ഷിവറി എന്ന് കാണാതെ. പ്രിയ ഒന്നും പേടിക്കണ്ട, അത് നമുക്ക് സ്ഥിരമായിട്ട് അത് വേണം നമുക്ക്. സോ ഐ ഫെൽറ്റ് അത് കഴിയുന്നതും പെർഫോമൻസിലോട്ട് അല്ലെങ്കിൽ ഈ ക്യാരക്ടറിലോട്ട് കയറി വരാതിരിക്കാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായി തന്നെ ചെയ്യൂ. താങ്ക് യു പ്രിയ.